ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ മൊഴിയെടുക്കാൻ ഇടി തന്ത്രിക്കെതിരായ SITയുടെ കണ്ടെത്തലുകളിൽ വ്യക്തത തേടിയാണ് മൊഴിയെടുക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അതീവ നിർണായകമായ നടപടിക്രമങ്ങളാണ്. കോടതിയുടെ വിധിയുണ്ട്. EDയുടെ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നടപടിക്രമങ്ങൾ എന്താണ്, ഇനി എന്താകും എന്നത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തന്ത്രി കണ്ഠര് രാജീവരുടെ വിഷയത്തിൽ EDയുടെ തുടർ നീക്കങ്ങൾ എത്രത്തോളം നിർണായകവുമാണ്? സുരേഷ്, ഗുഡ് മോർണിംഗ്. EDയുടെ ഇനി അടുത്ത നീക്കം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്ത്രിക്ക് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇനിയിപ്പോൾ EDയുടെ ഭാഗത്തു നിന്ന് തന്ത്രിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കം നടക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ ഇതിനായി തന്ത്രിക്ക് സമൻസ് നൽകും. EDക്ക് മുമ്പിൽ ഹാജരാകാനാണ് ആവശ്യപ്പെടുക. പ്രധാനമായും അന്വേഷണ സംഘം, അതായത് SIT ആദ്യഘട്ടത്തിൽ, അതായത് തന്ത്രിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളിൽ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു, ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളികൾ അത് ചെമ്പുപാളികളിൽ നിന്ന് രേഖപ്പെടുത്തുന്നതിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളാണ് SIT അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ വ്യക്തമായി ശേഖരിക്കാൻ SITക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിലടക്കം കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം നടത്തേണ്ടത് ED കൂടി വിവരശേഖരണം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ തന്ത്രിയുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനപ്പുറത്തേക്ക് EDയുടെ സവിശേഷമായിട്ടുള്ള അന്വേഷണ പരിധിക്കുള്ളിൽ വരുന്ന അനധികൃതമായിട്ട്, അതായത് ഈ പണമിടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ED അതീവ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അനധികൃതമായിട്ടുള്ള ഒരു പണം ഇടപാടുകൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ED അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, EDയുടെ ചില നിക്ഷേപങ്ങൾ സ്വകാര്യ ധനകാര്യ ഇടപാട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട EDക്ക് ഈ തന്ത്രിക്ക് നിക്ഷേപമുണ്ട് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് തന്ത്രിയുടെ പേരിലും തന്ത്രിയുടെ ഭാര്യയുടെ പേരിലും വലിയ വൻ തുക നിക്ഷേപമുണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിക്ഷേപമാണോ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള നിക്ഷേപമാണോ എന്നുള്ളതാണ് ED അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളും EDയുടെ അന്വേഷണ പരിധിയിലുണ്ട്. ഒരു നിമിഷം, ഈ EDയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മിഥുന്റെ കയ്യിൽ എന്തോ സംഭവിച്ചു. ഇനി ED കിട്ടിയതാണോ ED കൊടുത്തതാണോ? അതാണ് ഞാനും വിചാരിച്ചു. EDയുടെ കാര്യം പറയുമ്പോൾ മിഥുൻ അയ്യപ്പന്റെ കൈയുടെ കാര്യം പറയുന്നത് എന്താണ്? എന്ത് പറ്റി മിഥുൻ? സുരക്ഷ, അതൊരു ചെറിയ ഒരു വീഴ്ച ഉണ്ടായതാണ്. ഒരു വീഴ്ചയിൽ ചെറിയൊരു ചതവ് സംഭവിച്ചിട്ടുണ്ട്. കൈയിൻ്റെ റിസ്റ്റിലാണ്, അല്ലാതെ വലിയ പരിക്കുകളില്ല. പക്ഷെ എന്നാലും 2 ആഴ്ച ഇങ്ങനെ ഒരു കെട്ട് തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ED കൊടുത്തതുമല്ല, ED വായിച്ചതുമല്ല. എത്രയും പെട്ടെന്ന് സുഖമായി വരട്ടെ അല്ലേ? ശരി മിഥുൻ, തുടരാം. തീർച്ചയായിട്ടും, താങ്ക് യു. അതെ, അപ്പോൾ അത്രയും പെട്ടെന്ന് മാറ്റമുണ്ട്, ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ EDയിലേക്ക് തന്നെ EDയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ED വലിയ രീതിയിൽ സജീവമായി തന്നെ ഈ സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്, പിന്നാലെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുള്ള എല്ലാവരെയും മൊഴിയെടുക്കുന്നതും അതുപോലെ തന്നെ തുടർ നടപടിക്രമങ്ങളുടെ ഭാഗമായി ED വിളിച്ചു വരുത്തുന്നുണ്ട്. അത്തരത്തിലൊരു നടപടി ഇപ്പോൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നും തന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം തന്ത്രിയെ ഉടൻ തന്നെ സമൻസ് അയക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഉടൻ തന്നെ സമൻസ് അയക്കുകയും അതുപോലെ തന്നെ ഈ അനധികൃതമായിട്ടുള്ള പണസമ്പാദനം സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതിന് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ് ED അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രി ഉടൻ തന്നെ സമൻസ് നൽകി മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ്.
യെസ്, ഏതായാലും മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഇഡിയുടെ നടപടിക്രമങ്ങൾ ഇവിടെ രോഹിണി ഇഡിയുടെ അന്വേഷണത്തെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് അല്ലേ? കാരണം ഇത് യാതൊരു തരത്തിലുള്ള സുതാര്യമായ ഒരു സമ്മർദ്ദമോ പരിധികളോ പരിമിതികളോ ഒന്നും ഇടിക്ക് മേൽ ഇല്ല. വരുന്നില്ല. എന്നാൽ SIT-യിലേക്ക് വരുമ്പോൾ സമ്മർദ്ദം മാത്രമേ ഉള്ളൂ. ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാട്, ഒരു സമ്മർദ്ദം, അതിൽ വഴങ്ങിക്കഴിഞ്ഞു SIT എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതെ, അത് മാത്രമല്ല, അതുകൊണ്ടാണ് BJP ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ വേണം. കാരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും സംസ്ഥാന സർക്കാരിന് ചെലുത്താൻ കഴിയില്ല എന്നുള്ളത് അറിയാം. കാരണം സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. എന്തായാലും സത്യം പുറത്തു വരട്ടെ. എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്.